അതുപോലെ തന്നെ മഹറിന്റെ ഒരു പരിപാടിയായിരുന്നു കൂട്ടയോട്ടം. അതിന്റെ പരസ്യത്തിനും അതിന്റെ ആൾക്കാർക്കൊക്കെ അറിയുവാനും വേണ്ടിയിട്ടാണ് മനോജ് കെ ജയനെ കൊണ്ടുവന്നത്. അതിന് ഇക്ബാലിന്റെ പോക്കറ്റിൽ നിന്ന് വേറെയും ചെലവായി എന്നാണ്, ടിക്കറ്റിന്റെ പൈസ ചെലവായി എന്നാണ് അവന്റെ അനിയൻ പറയുന്നത്. ശരി, എന്നാൽ ഇതേപോലത്തെ ഒരു പരസ്യത്തിനാണ്, മതപ്രഭാഷണത്തിനല്ല പരസ്യത്തിനാണ് നൗഷാദ് ബാക്കവിയെയും കൊണ്ടുവന്നത്. അയാൾക്ക് ടിക്കറ്റിന് 20,000 രൂപ ചെലവായി. അതും അവരുടെ ഇതുകൊണ്ട് കൊണ്ടെന്നാണ്, ശരി തന്നെ. ആ 20,000 കമ്മിറ്റിന്ന് എടുത്ത് മനോജ് കെ ജയന്റേത് പോക്കറ്റിൽ നിന്ന് കൊടുത്ത് മഹറിന്റെ പരിപാടിയാകുമ്പോൾ മഹറിന്റെ എല്ലാ പരിപാടിയും ഒരുമിച്ച് കൂട്ടണ്ടേ? അതിന് 6,60,000 രൂപ സംഭാവന കൊടുത്ത ഇക്ബാലിന് 6,80,000 സംഭാവന, 20,000 രൂപ ടിക്കറ്റിന് മനോജ് കെ ജയന്റെ ചെലവായിന് ബാക്കി ആൾ പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയാം. അതേപോലെ അങ്ങനെ പറയായിരുന്നു. അതല്ല അതിന്റെ ശരി. അപ്പോ ഇത് നിങ്ങൾ ഇതിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിക്കാർക്ക് ഇത് പുറത്തു വിടുമ്പോൾ. പിന്നെ നിങ്ങളെ പല കണക്കുകൾക്കും നിങ്ങൾ പറഞ്ഞു അത് മൊത്തത്തിൽ ചെലവായ കണക്കാണ്. നിങ്ങൾ പറയും ഓരോന്നിനും വേർതിരിച്ചിട്ടല്ല, മൊത്തത്തിൽ ചെലവായ കണക്കാണ് നിങ്ങൾ പറയുന്നത്. അതും കമ്മിറ്റിക്കാരുടെ ഇഷ്ടമാണ്. കമ്മിറ്റിക്കാർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കുക, എല്ലാം കമ്മിറ്റിക്കാരാണ്. കാരണം നമ്മളെ പോലത്തെ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല ഇതിന്റെ ഇടയിൽ. നിങ്ങൾ പറഞ്ഞു അതും ശരിയാണ്. പക്ഷെ ഞങ്ങളെ പോലത്തെ ഇടപെടുന്നത് എപ്പോ? ഇത് നിങ്ങൾ കമ്മിറ്റിന്ന് പുറത്ത് വാട്സപ്പിലും അതിലും ഇതിലും ചർച്ച ചെയ്യുമ്പോൾ മതപ്രഭാഷണം നടത്തുന്ന മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ പറയുമ്പോൾ മുസ്ലിം രക്തമുള്ള ഓരോ വ്യക്തിയും ഇതിൽ പ്രതികരിച്ചെന്നിരിക്കും. പക്ഷെ ഗ്രൂപ്പിൽ രാഷ്ട്രീയം നോക്കുന്നവർ പ്രതികരിക്കില്ല. ആ ഒരാൾ തകരണമെന്ന് ചിന്തിക്കുന്നവർ പ്രതികരിക്കില്ല. അത് ശരി തന്നെയാണ്. ഇപ്പൊ ആ ഉസ്താദ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രതികരിക്കില്ല. അവര് തന്നെ ഇത് ഇട്ടതല്ലേ, ഈ ക്ലിപ്പും ഈ ഇതുപോലെ പത്ര കട്ടിങ്ങുകളും എഡിറ്റും എല്ലാം ചെയ്തത് അവരാണ്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കി കൊടുത്തവർ നിങ്ങളാണ്. മൊത്തത്തിൽ ഉസ്താദ്മാർ ഇത്ര പ്രഭാഷണം നടത്തി ഇത്ര ചെലവിന് നിങ്ങൾ എഴുതിയെങ്കിലും നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങളെ റെസീറ്റിന്റെ കണക്ക് നിങ്ങൾ അറിയേണ്ട വഴക്കല്ലാണ്. ശരി തന്നെ, ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അന്നും ഇതിങ്ങനെ ഓരോ ഉസ്താദിന്റെ പേര് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് മൊത്തത്തിൽ ചെലവിട്ടിട്ട് നിങ്ങൾക്ക് പറയായിരുന്നു ഇത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, എല്ലാ ഉസ്താദ്മാർക്കും ഒത്തിരി ഇത്ര കൊടുത്തിനു. പക്ഷെ അതേപോലെ മറ്റേ വേറൊരു വന്ന ഉസ്താദിന്റെ കാറിന്റെ വാടക നിങ്ങൾ കൊടുത്തിനെന്ന് പറഞ്ഞു 4,000-5,000. പക്ഷെ അതിന്റെ ചെലവ് ഇതിൽ കാണിച്ചിട്ടില്ല. അത് ആരെ പോക്കറ്റിന് കൊടുത്തത്? ഇത് ഓരോരു പോക്കറ്റിന് കൊടുത്ത കണക്കല്ല മോനെ, ഇതൊരു രാഷ്ട്രീയ കളിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പിനെ എതിർത്ത് പ്രസംഗിച്ച നൗഷാദ് ബാക്കവിയെ തകർക്കാൻ നോക്കണം. അതാണ്. ഇതുപോലെ ഒരു പ്രസംഗിക്കുന്നവർ കേരളത്തിൽ വേറെ ഇല്ല, അതും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ വളരാൻ പാടില്ല എന്നുള്ള ഒരു ഇതുമുണ്ട് നിങ്ങളെ കയ്യിൽ. അതെല്ലാം വിടുമോനെ, എല്ലാവർക്കും മനസ്സിലാവുന്നവർക്കല്ല. അതാറ് പരിപാടി നടത്തിന് നല്ല വിജയിപ്പിച്ചിന്, പക്ഷെ അവസാനം ഇങ്ങനെ ആക്കീന്. അസ്സലാമു അലൈക്കും. ഈ ബേക്കൽ മഹർ എന്ന സംഘടന കാന്തപുരം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഒരു സംഘടനയാണ്. അവര് നൗഷാദ് ബാക്കവിയെ പോലുള്ളവർ പ്രഭാഷണത്തിന് കൊണ്ടുവന്നത് ഒരു ദുഷ്ടലാക്കോട് കൂടിയാണെന്നാണ് മനസ്സിലാവുന്നത്. ഒന്ന്, അവരുടെ പരിപാടിക്ക് ആള് കൂടാനുള്ള ഒരു സൂത്രം. മറ്റൊന്ന്, അതിന് പണം കൊടുക്കുകയും EP അബൂബക്കർ കാസിമി പറയാതെ തന്നെ വലിയ സംഖ്യ കൊടുത്തു. ഇത്ര വലിയ സംഖ്യ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം. കാര്യമായ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.